ഹലോ, അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് എന്നിട്ടാന്ന് വെച്ചാലേ നമ്മള് വേടാ ശംഖുപുഷ്പം പിന്നെന്താ കറ്റാർവാഴ വെച്ചിട്ടുള്ള ഒരു സോപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മള് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബേസ് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ ബേസ്. അപ്പൊ നമുക്ക് അത് ആദ്യം തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്കതൊന്ന് ഇതാക്കി എടുക്കാം. സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്, ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് കൂട്ടി വെച്ച് കൊടുത്ത് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. അത് എല്ലാം പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ സാധനങ്ങൾ മാത്രം സാധാരണ പോലെ ഗ്ലിസറിൻ ബ്ലൂ കളറാട്ടാ ചേർക്കുന്നത്, ലിക്വിഡ് ആണ്. പിന്നെ അലോവേര സ്മെല്ല്, വൈറ്റമിൻ ഇ ഓയിൽ. അപ്പൊ അത് ചേർത്തിട്ടാണ് നമ്മളത്തെ ഇന്നത്തെ അടിപൊളി സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഗ്ലിസറിൻ. അപ്പൊ അത് മെൽറ്റായതിനു ശേഷം ബാക്കി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടിപൊളി സോപ്പ് ഉണ്ടാക്കി എടുക്കാം. അപ്പൊ നമ്മള് ഇതിലേക്ക് നമ്മുടെ എന്താ പറയാ ശംഖുപുഷ്പത്തിന്റെ അത് പിഴിഞ്ഞെടുത്താണ് കേട്ടത്. അതിലേക്ക് ഞാൻ അലോവേര ജ്യൂസ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്ലിസറിൻ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഗ്ലിസറിൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെജിറ്റബിൾ ഗ്ലിസറിൻ കേട്ടാ. ഗ്ലിസറിൻ അധികം ഉപയോഗിക്കേണ്ട കുഴപ്പമില്ല, കുറച്ച് മതി. അധികം ചേർക്കുന്ന 300 ഗ്രാമല്ലേ ഉള്ളൂ നമുക്ക്. അതുപോലെ വൈറ്റമിൻ ഇയുടെ ഇത് ഗുളിക പോലെയല്ല ഇത്, ഇതാകുമ്പോൾ കുറച്ച് തുള്ളി 2 തുള്ളിയൊക്കെ ചേർത്താൽ മതി. അത് മെൽറ്റാവട്ടെ. അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഇതിലേ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് നേരിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിൻ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം. പെട്ടെന്നൊന്ന് തൈ കിട്ടും. അപ്പോൾ ബേസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കൊടുക്കാൻ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ട്രാൻസ്പെറൻറ്റ് ബേസാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ എങ്ങനെയും എത്തിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ എത്തിച്ചേരാൻ കൊറിയർ വഴി അതിൽ എങ്ങനെയും ചാർജ് അതിൻ്റെ എക്സ്ട്രാ ചാർജ് ഇതാക്കേണ്ടി വരും കേട്ടോ. കൊറിയർ അയക്കുന്നതിൻ്റെ അതെങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാലേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുതരാം. അപ്പോൾ ആവശ്യമുള്ള കിട്ടാത്ത ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് ഉണ്ടാക്കാൻ കുറേ ആൾക്കാർക്ക് താല്പര്യമുണ്ട്, പക്ഷെ കുറേ ആൾക്കാർക്ക് ഇത് ഭയങ്കര വിലയും കിട്ടാൻ സൗകര്യങ്ങളില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇത് ഉണ്ടാക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട, നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ട സഹായം നമ്മളെല്ലാവർക്കും ചെയ്തു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ കോണ്ടാക്ട് ചെയ്യാൻ ആവശ്യമുള്ളവർ. അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ബേസ് വാങ്ങി ഉണ്ടാക്കി നമുക്ക് തന്നെ സ്വയം ഒരു എന്താ പറയുക തൊഴിലെന്ന പോലെ ചെയ്യാം. ചെറിയ രീതിയിലൊക്കെ നമുക്കിത് വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്ത് നമുക്ക് ചെറിയൊരു പോക്കറ്റ് മണിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിലിരിക്കുന്നവർക്കും ഇതൊക്കെ ട്രൈ ചെയ്യാം, എല്ലാവരും ചെയ്യാം നോക്കാം. അപ്പോൾ അധികം പണികളും കാര്യങ്ങളൊന്നും ഇല്ല, വെറും ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി 1 കിലോ ബേസൊക്കെ ഒരുക്കി നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സോപ്പുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ മോൾഡ് നമുക്ക് ഇഷ്ടമുള്ള എങ്ങനെയായാലും നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ മോൾഡ് അതിനനുസരിച്ചുള്ളത് വാങ്ങിക്കുക. അപ്പോൾ ഞാനിത് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുക്കാൻ പോയതിലേക്ക്. ഇതിലിപ്പോൾ എന്ത് സംഭവം വെച്ചാലേ ഇതിപ്പോൾ 1 കിലോയിലേക്ക് നമുക്ക് ഒരു 50 മില്ലിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു 300 ഗ്രാം ബേസുള്ളൂ. ഇതെല്ലാം നമുക്ക് ആവശ്യം വരില്ല. ഇതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചപ്പോൾ ആ ഒരു കളറല്ല കേട്ടോ ഇതിൽ കിട്ടിയത്, വേറൊരു കളറാണ്. നമ്മളിതിലേക്ക് ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ബ്ലൂ കളർ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാത്തുമോളാണ് കളർ ആഡ് ചെയ്യുന്ന ആള്. ഒരു നല്ല അടിപൊളി കളറ് കിട്ടി നമുക്ക്. കളർ ആഡ് ചെയ്ത് ഈ കളർ ചേർക്കണം അതിൽ. ഞാൻ ഓഫ് ചെയ്തു കേട്ടോ, തീ ഓഫ് ചെയ്തു. പെർഫ്യൂം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊക്കെ ഓഫ് ചെയ്ത് പുറത്തേക്ക് എടുത്തതിന് ശേഷം മാത്രം പെർഫ്യൂം ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മോൾഡും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കൊണ്ട് ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഇത് സെറ്റായി കിട്ടും. ഇത് അതിനുള്ള സമയമുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം കേട്ടോ. നോക്കി അടിപൊളി കളറല്ലേ, ഒന്ന് നല്ല സൂപ്പർ കളറല്ലേ. അപ്പോൾ ഞാൻ ഇത് നിർത്തിട്ട് പുറത്തേക്ക് വയ്ക്കുമ്പോൾ മാറിക്കും.
അപ്പോൾ അലോവേര പെർഫ്യൂമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പെർഫ്യൂം ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കണം ലാസ്റ്റ് വർക്ക് കേട്ടോ. അപ്പോൾ അതും കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പിൻ്റെ പരിപാടി സെറ്റായി. അപ്പോൾ ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറ്റാർ വാഴ ശംഖുപുഷ്പം സോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ആര്യവേപ്പ് എന്തെല്ലാം സാധനങ്ങളുണ്ട് അതൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മോൾഡിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ സോപ്പ് ബേസ് ഒരുക്കിയെടുത്തില്ലേ നമ്മൾ സെറ്റാക്കിയത്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബേസ് വേണ്ട 3 സോപ്പ് നമുക്ക് കിട്ടി. 300 ഗ്രാമിന്റെ അല്ല 100 ഗ്രാമിന്റെ 3 സോപ്പാണത് കേട്ടാ. അപ്പൊ ഇത് ഈ പത കണ്ട നിങ്ങള് ഇത് കളയണമെങ്കിൽ നമുക്കൊരു ആൽക്കഹോൾ കിട്ടും, റബ്ബിങ് ആൽക്കഹോൾ. അത് വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പതയൊക്കെ കളഞ്ഞാൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. നമ്മളതൊന്നും ഉപയോഗിക്കുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇനി കെമിക്കലായിട്ട് കൂടുതൽ ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട വെച്ചിട്ടാണ്. ഇപ്പം നല്ലൊരു സോപ്പാണ്. അപ്പോൾ അത് കെമിക്കൽ ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് കാര്യങ്ങളുണ്ടാവും. നമ്മളത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ പതയൊക്കെ പോയി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ 8 സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വടിച്ച് ഇങ്ങനെ പുറത്തേക്ക് കളയാം. അങ്ങനെ ചെയ്താലും സെറ്റാവും. നമ്മളിതൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ നമ്മളിപ്പോൾ പുറത്തേക്ക് കൊടുക്കായാലും ഇങ്ങനെ തന്നെ കൊടുക്കണമല്ലോ. ആരും ഇതുവരെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് സെറ്റായതിന് ശേഷം ഞാനിത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ 3 മണിക്കൂർ എടുക്കും. അപ്പോൾ അതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക്. ഇത് ഇടറാ അപ്പൊ അടിപൊളി നല്ല എന്താ പറയാ നീല കളറിലുള്ള നമ്മുടെ എന്നിട്ട് നമ്മുടെ അലോവേരയും ശംഖുപുഷ്പം വെച്ച സോപ്പ് നമ്മുടെ റെഡി ആയിട്ടാ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതെല്ലാം ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. രസമായിട്ടത് കളറ് നല്ല അടിപൊളി കളറായി. പകലാണെങ്കിൽ രസം. വൈകിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചെറിയ കളറിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. നല്ല അടിപൊളിയല്ല എല്ലാം സൂപ്പർ ആയിട്ടാ. സോപ്പ് ഡാർക്ക് ഭയങ്കര ഡാർക്ക് ആയി കഴിഞ്ഞ രസമില്ല. എന്തിനാ കാലത്ത് നിന്റെ കൈ കണ്ടു വെച്ചിട്ട് അടിപൊളി സംഭവം സെറ്റായിട്ട് നമ്മുടെ സോപ്പൊക്കെ അടിപൊളിയായിട്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അത് ബേസ് കിട്ടാണ്ട് അങ്ങനെ വല്ല വിഷമം കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് വരാണെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ നമ്മുടെ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അയക്കാൻ പറ്റുന്ന അങ്ങനെ അയച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു തരാം. അപ്പോൾ ഓക്കെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകൾ ഇനിയും വരും, നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.